അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരുപാട് കാലം മുമ്പ് തന്നെ സുന്നികൾ തിരിച്ചറിഞ്ഞ ഒരു വസ്തുതയാണ് ലീഗ് കൊണ്ട് മുതലെടുക്കുന്നത് മുഴുവനും വഹാബികളാണ്, സലഫികളാണ് എന്നുള്ളത്. 1970കളിൽ തന്നെ സുന്നികൾ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സുന്നിയുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറി ആ ശക്തി കൊണ്ട് സുന്നിയെ മരവിപ്പിക്കാനുള്ള അറബി മുൻഷികളെ ഉൽപ്പാദിപ്പിക്കുകയും അവരിലൂടെ വഹാബിസം കുത്തിവെച്ച് വിദ്യാർത്ഥി സമൂഹത്തെ സലഫിസത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന മുൻഷിമാരുടെ പണി നമ്മൾ മുമ്പ് തന്നെ കണ്ടിട്ടുണ്ട്. ഈ പാർട്ടി ഈ സമുദായത്തിന് സംഭാവന ചെയ്ത വലിയൊരു സേവനമാണ് മുൻഷി പണി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മുൻഷിമാരെ ഉൽപ്പാദിപ്പിക്കുകയും ഒരുപാട് ഗവൺമെൻറ് കോളേജുകൾ സുന്നികൾക്ക് നൽകേണ്ടത് വഹാബികളുടെ അറബി കോളേജുകളാക്കി സർക്കാർ ശമ്പളത്തോടുകൂടെ അത് നടപ്പിലാക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്തത് ഏതെങ്കിലും മറ്റു പാർട്ടിക്കാരോ ഒന്നുമല്ല. ഈ സുന്നികളുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറി ആ അധികാരം കൊണ്ട് കിട്ടിയ ആ അവസരങ്ങൾ മുഴുവനും വഹാബികൾക്ക് ഉണ്ടാക്കിക്കൊടുത്തത് സുന്നി പേരിലും അല്ലാതെയും അറിയപ്പെടുന്ന ഉള്ളിൽ സലഫിസമുള്ള ലീഗിൻ്റെ നേതാക്കളായിരുന്നു എന്നത് ഒരു അനിഷേധ്യ യാഥാർത്ഥ്യമാണ്. ഇതിനൊക്കെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലീഗുകാരും എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ലീഗ് ഉണ്ടാക്കിയത് വഹാബികളാണ് എന്നുള്ളത്. കേരളത്തിൽ ആദ്യമായി ലീഗ് ഉണ്ടാക്കിയത് തിരൂരങ്ങാടിയിലും തലശ്ശേരിയിലുമാണ്. അതിൽ രണ്ടും വഹാബി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത്. അതുപോലെ സീദി എന്ന് പറയുന്ന ഒരു സലഫിയിൽ ആണ്ടുപൂണ്ട വ്യക്തിയായിരുന്നു മറ്റൊരു നേതാവ്. ഇങ്ങനെ ഇവരുണ്ടാക്കിയ ഈ വഹാബി പ്രസ്ഥാനം എന്ന കണക്കിനുണ്ടാക്കിയ ലീഗ്, ആ ലീഗിലേക്ക് ഇവർ വഹാബികളാണ് എന്നതുകൊണ്ട് ആരും കടന്നു വരാതിരുന്നപ്പോൾ അവരുടെ പിൻസീറ്റ് നിയന്ത്രണമെന്ന ഒരു കുടിലതന്ത്രം പ്രയോഗിക്കുകയാണ് പിന്നീട് ചെയ്തത്. അതിനുവേണ്ടി അതിൻ്റെ മുന്നിലേക്ക് ബാഫഖിത്തങ്ങളെയും അതിനുശേഷം പൂക്കോയത്തങ്ങളെയും അവരുടെ മക്കളെയും ഒക്കെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അവർക്കൊന്നും രാഷ്ട്രീയപരമായ ഒരു കഴിവുള്ളവരായിരുന്നില്ല എന്ന് ചരിത്രം വായിച്ചാൽ എല്ലാവർക്കും അറിയാം. അവരെ നിർത്തി അവരുടെ പ്രഭ കാണിച്ചിട്ട് ലീഗിനെ ശക്തിപ്പെടുത്തുക, വോട്ടുകൾ മുഴുവനും സുന്നികളുടേത് നേടുക, എന്നിട്ട് ആ അധികാരത്തിൻ്റെ എനർജി മുഴുവനും വഹാബിസത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ലീഗിലൂടെ ഉപയോഗിക്കുക. ഇത് മുമ്പ് കാലത്ത് തന്നെ പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞതായിരുന്നു. പക്ഷേ വലിയ വലിയ ആളുകളും തങ്ങന്മാരൊക്കെയാണല്ലോ നേതൃത്വത്തിലുള്ളത്. അങ്ങനൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ അവർ അങ്ങനെ സംഭവിച്ചാൽ ഗുരുത്തക്കേടാകുമോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് പലരും മിണ്ടാതിരുന്നു. എങ്കിലും ഇത് വളരെ ശക്തമായ 70കളിൽ സുന്നികളത് തിരിച്ചറിയുകയും സുന്നി ഉലമാക്കൾ അതിനെതിരെ നീങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സുന്നികളുടെ ശക്തി കൊണ്ട് പിഴിഞ്ഞെടുത്ത ഈ ശക്തി അത് ഉപയോഗപ്പെടുത്തി സുന്നികളുടെ ശക്തി തകർക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് 89ലും അതിന് മുമ്പുമൊക്കെ സുന്നികൾ പറഞ്ഞതാണ്. അത് സഹിക്കാൻ വയ്യാതെ ആയിട്ടാണ് ആ ലീഗിൻ്റെ പിണയാളുകളായി സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ മാറിയപ്പോൾ അതിൽ സഹികെട്ടാണ് ഒരു വിഭാഗം ആ സമസ്തയിൽ നിന്ന് തൽക്കാലം പുനഃസംഘടിപ്പിച്ചുകൊണ്ട് സമസ്തയെ ശരിക്കും അതിൻ്റെ ഭരണഘടനാ തലത്തിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവരെ പുറന്തള്ളിയത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അന്നൊക്കെ ആ ലീഗിൽ അള്ളിപ്പിടിച്ചിരുന്ന കുറേ സുന്നികൾ ഉണ്ടായിരുന്നു. കഥ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ AP ഉസ്താദിനോടുള്ള വിരോധം കൊണ്ടോ പണ്ഡിതന്മാരോടുള്ള എതിർപ്പ് കൊണ്ടോ ഒക്കെ. പക്ഷേ അവരും സുന്നി ഉണ്ടായിരുന്നു, അവരിൽ നിന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ അതെല്ലാം അവർക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അവരുടെ സുന്നിയെല്ലാം ഇപ്പോൾ വളരെയധികം ലീഗിലൂടെ സുന്നിസം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അന്ന് ലീഗിൻ്റെ വാലാട്ടികളായി നടന്നിരുന്ന പലരും ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവ് നേടിയ ചില ഒറിജിനൽ ലീഗുകാരായ ആളുകൾ തന്നെ പലയിടത്തും അവരുടെ വോയിസുകൾ ഇടാറുണ്ട്. അങ്ങനെ ഇട്ട കാര്യബോധത്തോടുകൂടെ ഇപ്പോൾ ചിന്തിക്കുന്ന വസ്തുതകളെല്ലാം പറയുന്ന ഒരു വോയിസാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇത് കേട്ട് നിഷ്പക്ഷമായി ഇതിൽ വല്ല കാര്യവുമുണ്ടോ, ഇത് ലീഗിനോടുള്ള അന്ധമായ എതിർപ്പ് കൊണ്ടാണോ, അല്ല ലീഗ് ചെയ്ത വിവേചനത്തിൻ്റെയും സുന്നികളെ അടിച്ചമർത്താൻ സുന്നികളുടെ ശക്തി കൊണ്ട് തന്നെ ഈ തങ്ങന്മാരുടെ മറവിൽ പാവകളായ രാഷ്ട്രീയം എന്തെന്നോ മതമെന്തെന്നോ അറിയാത്ത തങ്ങന്മാരെ ഉപയോഗപ്പെടുത്തി പിൻസീറ്റ് നിയന്ത്രണത്തിലൂടെ ഇവർ ചെയ്ത
ഈ പ്രക്രിയയിലൂടെ ഉണ്ടാക്കി തീർത്ത വഹാബി ശക്തി, ആ ശക്തി ഉപയോഗിച്ച് സുന്നികളെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ സഹികെട്ട ഏതാനും സുന്നികൾ അവരുടെ വോയിസ് പുറത്ത് വിട്ടതിൽ ഒരാളുടെ വോയിസാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിഷ്പക്ഷമായി നിങ്ങൾ വിലയിരുത്തണം. ലീഗിനോടുള്ള അന്ധമായ എതിർപ്പാണ് എന്ന് ആരും പറഞ്ഞ് അവഗണിക്കരുത്. പറഞ്ഞതിൽ വസ്തുതയുണ്ടോ എന്ന് ചിന്തിക്കുക. ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ അവഗണിക്കുക. ആ വോയിസ് നമുക്ക് കേൾക്കാം. കുഞ്ഞാണിയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്, നമ്മൾ മുസ്ലിം ലീഗിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ട് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് സുന്നികൾക്കടിയിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതും അതേപോലെ തന്നെ കാന്തപുരം ക്രിമിസ്റ്റാരും കൂട്ടരും നമ്മൾ മാറ്റി നിർത്തി തീവ്ര സുന്നി ലെവലിലാണ് അവർ പോണത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മിത സുന്നി പ്രസ്ഥാനം എന്ന നിലക്ക് നമ്മൾ പുതിയത് കെട്ടിപ്പടുത്ത് മുസ്ലിം ലീഗിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ലീഗിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചു കിട്ടിയത് എന്താണ്? ഏപ്പിക്കാരെ നമ്മൾ മഹല്ലുകൾ തോറും മാട്ടിപ്പായിച്ചു. അവരെ മഹല്ല് കമ്മിറ്റികളിൽ അടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല, നിലവിൽ മഹല്ല് ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കൂടുതലുണ്ടായിരുന്ന മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട മൊയ്ലിയന്മാരെ ഏപ്പിക്കാരായത് കാരണം നമ്മൾ ബഹിഷ്കരിച്ച് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ആളുകളെ തന്നെ അതിൽ കയറ്റിയിരുത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോയി. 10-30 കൊല്ലമായല്ലോ നമ്മൾ സുന്നികളെ ഗൗനിക്കാതെ ഏത് മുജാഹിദാരും വേണ്ടില്ല, ജമാഅത്താരും വേണ്ടില്ല, മുസ്ലിം ലീഗിന് വേണ്ടി എന്ന നിലക്ക് നമ്മൾ പ്രവർത്തിച്ച് പോയിട്ട് അവസാനം നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ അന്നും മുജാഹിദുകൾ തന്നെ ഉണ്ടായിരുന്നത്, ഇപ്പോഴും അതേ മുജാഹിദുകൾ തന്നെയാണ്. മാത്രമല്ല, ഇനി പുതിയത് വളർന്നു വരുന്നവരോ, നമ്മൾ യൂത്ത് ലീഗിലും MSF-ലൂടെയൊക്കെ വളർന്നു വരുന്നവരാരാണ്? മുജാഹിദ് അനുഭാവമുള്ളവരും അല്ലെങ്കിൽ മുജാഹിദിൻ്റെ സജീവ പ്രവർത്തകരും തന്നെയാണ്. സുന്നികളായ നമ്മൾ അധ്വാനിച്ച് മുസ്ലിം ലീഗിന് വോട്ട് വാങ്ങിക്കൊടുക്കുകയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിനെ വളർത്തുകയും ചെയ്തിട്ട് അവസാനം നമുക്ക് നേതൃത്വത്തിലൊന്നും ഈ മുജാഹിദുകളെ പോറ്റാനും അവർക്ക് വോട്ട് കൊടുക്കാനും MLA-മാരും MP-മാരാകാനുള്ളവരൊക്കെ അവർ മാത്രം എന്നൊരവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പരിഹാസ്യരായി മാറുകയല്ലേ ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടത് തന്നെയല്ലേ. പണ്ടൊക്കെ നമ്മളെ കാരണന്മാർ മുജാഹിദുകളെ പള്ളി കമ്മിറ്റി സെക്രട്ടറിയൊക്കെ ആക്കി വെക്കണീനും അതേപോലെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ട് മുസ്ലിം ലീഗിന് വോട്ട് പിടിച്ച് ഓടിയൊക്കെ നടക്കുമ്പോൾ MP-യും MLA ഒക്കെ ആക്കുമ്പോഴും നമ്മളെ കാരണന്മാർ, സുന്നികളായ നമ്മളെ കാരണന്മാരെന്നെ അന്ന് പറയാറുണ്ടായിരുന്നു, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരും ഒരു മാഷന്മാരൊക്കെ ആയിട്ടുള്ളവർ സുന്നികൾ കുറവല്ലടാ, അതുകൊണ്ട് പിന്നെ മുജാഹിദുകളായാലും വേണ്ടിയില്ല, നമ്മളെ സമുദായത്തിന് വേണ്ടി നമ്മൾ സഹിക്കുക, ഒരു മുജാഹിദ് വളർത്തിക്കോട്ടെ, ലീഗിനെ ഉപയോഗിച്ചിട്ട് അല്ലല്ലോ അവർ ചെയ്യുന്നത്, സ്വാധീനം ആർക്കുണ്ടായാലും ആ സ്വാധീനം ഉപയോഗിച്ചൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ? മുജാഹിദുകളെക്കാളും ജമാഅത്ത് ഇസ്ലാമിക്കാരെക്കാളൊക്കെ വിദ്യാഭ്യാസം കൊണ്ടും എല്ലാ കാര്യത്തിനും മികച്ചു നിൽക്കുന്ന സുന്നികൾ, ഒന്നുമില്ലെങ്കിൽ നമ്മളെ ഉദവികളും നമ്മളെ വാഫികളും നമ്മളെ ദാരിമികളൊക്കെ തന്നെ രണ്ട് വിദ്യാഭ്യാസം നേടിയ മുജാഹിദുകളൊക്കെ കവച്ച് വെക്കുന്ന വിദ്യാഭ്യാസം നേടിയവർ നമുക്കുണ്ടായിട്ട് പോലും നേതൃരംഗത്തേക്ക്, ലീഗിൻ്റെ നേതൃരംഗത്ത് സുന്നി ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന് നിലനിൽപ്പ് ആഗ്രഹിച്ചുകൊണ്ട് നേതൃത്വത്തിൽ കടന്നു വരാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറുള്ള എത്ര ആളാണ് നമ്മളടിയിൽ പരിശ്രമിക്കുന്നത്? നമ്മൾ സംഘടന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ 2 ഗ്രൂപ്പായി തല്ല് തുടങ്ങി, മഹല്ലുകൾ തന്നെ നമ്മൾ വിഭജിച്ച് തുടങ്ങി. ഇപ്പോൾ ഖാദി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിലും നമ്മൾ പ്രശ്നമായി. അപ്പോഴും ഖാദി ഫൗണ്ടേഷൻ ഉണ്ടാക്കുമ്പോഴും ലക്ഷ്യം എന്താണ്? മുജാഹിദും ജമാഅത്തിനൊക്കെ കൂടെ കൂട്ടി അവർക്ക് ആധിപത്യമുള്ള മാതിരി മഹല്ല് കൊണ്ടാൻ വേണ്ടി സുന്നികൾ നിന്നു കൊടുക്കണം. എപ്പോഴും സുന്നികൾ നിന്നു കൊടുക്കുന്ന ഒരാളുകളായി മാറുന്ന അവസ്ഥയുള്ളത്. ഏപ്പിക്കാർ പറയും പോലെ തന്നെ ആസൂത്രിതമായി സുന്നികളെ നിലംപരിശാക്കാൻ അല്ലെങ്കിൽ സുന്നികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പദ്ധതിയിട്ട പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മുജാഹിദിൻ്റെ നേതാക്കന്മാരായ അല്ലെങ്കിൽ മുജാഹിദിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നമ്മളെ നേതാക്കന്മാർ ചെയ്യുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് അല്പമെങ്കിലും സുന്നികളായ നേതാക്കന്മാരെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവരെന്നെ സുന്നി എന്ന് പുറത്ത് പറഞ്ഞു നടക്കുന്നവരെന്നെ സുന്നിക്ക് വേണ്ടി എന്താ ചെയ്യണത്? നമ്മളെ ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടി നമ്മളെ തൃപ്തിപ്പെടുത്താൻ നമ്മളെ സ്റ്റേജിൽ വന്നുകൊണ്ട് കുറച്ചൊക്കെ സമസ്ത എന്നൊക്കെ പറയുമെങ്കിലും അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ പുകഴ്ത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരല്ലേ നമ്മൾ കാണുന്നത്. നമ്മൾ സുന്നിയാണ് അല്ലെങ്കിൽ നമ്മൾ ആൾ തന്നെയാണെന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്ന ഓരോരുത്തരെയും നമ്മളൊന്ന് ചകഞ്ഞു നോക്കിയാൽ കാണുന്ന അവസ്ഥ അതല്ലേ. ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് മൂടി വെച്ചുകൊണ്ട് കാന്തപുരത്ത് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായി നമ്മൾ അതപ്പതിക്കാൻ പാടുണ്ടോ?
ബക്കർ മുസ്ലിയാർ അന്ന് ഷംസുല്ലമ്മയോടൊക്കെ അല്ലെങ്കിൽ ഷംസുല്ലമ്മയോടുള്ള അപമര്യാദയായിട്ട് പെരുമാറ്റമായി ആ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അല്ലെങ്കിൽ ഉള്ളാൾ തങ്ങൾ അവരൊക്കെ പോയത് ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അവർ പോയതിന് ശേഷം അവർ ചെയ്തതിൻ്റെ കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ സുന്നികൾക്ക് മുതലക്കൂട്ടാകുന്ന പ്രവർത്തനങ്ങളല്ലേ മുഴുവൻ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല സർവ്വസന്നാഹം ഉപയോഗിച്ചുകൊണ്ട് മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും സുന്നികൾക്കെതിരെ വന്നപ്പോൾ ആശയപരമായിട്ടെങ്കിലും നേരിടാനും അത് സാധാരണ ജനങ്ങൾക്ക് ഇത്രയെങ്കിലും സുന്നി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും അവരെന്നെ ഉണ്ടായിട്ടുള്ളത്. നമ്മളെ വേദികളിലൊക്കെ അപ്പോഴും മുജാഹിദുകൾക്ക് അപ്രീതി ഉണ്ടാകുന്ന രൂപത്തിലുള്ള പ്രസംഗം ഉണ്ടായിക്കൂടാ, അല്ലെങ്കിൽ നമ്മളെ പ്രവർത്തനത്തിന് മുജാഹിദുകളെ ജമാഅത്തുകാരെ നമ്മൾ വെറുപ്പിക്കാത്ത രൂപത്തിൽ നമുക്ക് സുന്നി കൊണ്ട് ഇങ്ങനെ പഴഞ്ചനേറ്റ് പോയാൽ മതി എന്നൊരു രീതി അല്ലേ നമ്മൾ പുലർത്തിയിട്ടുള്ളത്. മാത്രമല്ല നമ്മളെ ഓരോ പ്രവർത്തനം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയല്ലോ എന്നെങ്കിലും സുന്നികളുടെ അന്തസ്സിന് വേണ്ടിയിട്ട് എന്ന നിലക്ക് നമ്മൾ ചെയ്ത എന്തെങ്കിലും ഉണ്ടാവും. പണ്ട് കാലത്ത് ചെയ്തു വന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നു. അതന്നെ എന്തിനാണ് ചെയ്യുന്നത്, ഇതിന് വല്ല അടിസ്ഥാനം ഉണ്ടോ എന്ന് നമ്മളെ മെമ്പർമാർക്ക് പോലും അല്ലെങ്കിൽ നമ്മളെ പ്രവർത്തകന്മാർക്ക് പോലും മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് എപ്പിക്കാരത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ സംഘടനാ ക്ലാസ്സുകളിലും അതേപോലെ തന്നെ പിന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയൊക്കെ സുന്നി ശരിക്കും അരക്കിട്ട് ഉറപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുജാഹിദുകളുടെ പ്രസിദ്ധീകരണങ്ങളും അവരെ ക്ലാസ്സുകളും മുജാഹിദ് പ്രസ്ഥാനത്തെ ഉറപ്പിച്ചെടുക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്ന പോലെ തന്നെ എ പി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ എ പി വിഭാഗത്തെ അടച്ചാക്ഷേപിക്കാനും അവരെ ഒറ്റപ്പെടുത്താനും അവരെ മഹല്ലുകളിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാനൊക്കെ ആഹ്വാനം ചെയ്ത് അങ്ങനെ നടന്നു. പക്ഷേ എന്താ ഉണ്ടായത്, സത്യത്തിൽ സുന്നിയും സുന്നത്ത് ജമാഅത്തും ഇല്ലാതാവുന്ന അവസ്ഥയാണ് നമുക്കുണ്ടായത്. നമ്മളെ പിന്നീട് ഇപ്പോൾ പ്രശ്നം വരുന്ന സമയത്ത് നമ്മളെ കൂടെ നിൽക്കാൻ ആളില്ല, ഒക്കെ ലീഗിനൊപ്പം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മുജാഹിദ് പറഞ്ഞുകൊടുത്തും കാര്യമുണ്ട്. അല്ലെങ്കിൽ മുജാഹിദിന് ഇദ്ദേഹത്തിൻ്റെ ഈ വോയിസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ചുരുങ്ങിയത് കാര്യം മനസ്സിലാക്കാൻ ഇത്രയും മതിയല്ലോ. ഇതിൽ അദ്ദേഹം ചോദിക്കുന്നത്, നമ്മൾ ഇക്കാലം അത്രയും ലീഗിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ട് ലീഗ് എന്താണ് തിരിച്ച് സുന്നിക്ക് തന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അക്രമവും അതുപോലെ സുന്നി മരയിപ്പിക്കലും അല്ലാതെ വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ലല്ലോ. മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നമ്മൾ ലീഗിന് വേണ്ടി പ്രവർത്തിച്ചു കൊടുത്തു എന്നല്ലാതെ വേറൊന്നുമില്ലല്ലോ. എ പിക്കാരെ പടിയടിച്ച് പിണ്ടം വെക്കാൻ എല്ലാ ശക്തിയും ഊർജ്ജവും നമ്മൾ നൽകി എന്നല്ലാതെ വേറൊന്നും ചെയ്തില്ലല്ലോ. എം എൽ എമാരും എം പിമാരും ഒരു 5% പോലും മുസ്ലിം സമുദായത്തിലില്ലാത്ത വഹാബികൾക്ക് എം എൽ എമാർ മുഴുവനും എം പിമാർ മുഴുവനും ഈ രീതിയിൽ നമ്മൾ തീരെ എഴുതി കൊടുത്തില്ലേ. പിന്നെ ഏതെങ്കിലും ഒരു സെക്രട്ടറി വഹാബി ആണെങ്കിലും കുഴപ്പമില്ലാന്ന് നമ്മളെ കാരണവന്മാർ ലീഗിൻ്റെ കാരണവന്മാർ നമ്മോട് പറഞ്ഞ് മഹല്ല് മുഴുവനും വഹാബിവൽക്കരിക്കുന്ന സമ്പ്രദായത്തിന് നമ്മൾ കൂട്ടുനിന്നില്ലേ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഇതൊരു അഭിനയമാണ്, ഇത് എ പിക്കാരൻ മെസ്സേജ് വിട്ടതാണ് എന്നൊക്കെ ചിലർക്ക് സംശയം തോന്നിയേക്കാം. എന്നാൽ അതിൽ എ പി അബൂക്കർ മുസ്ലിയാരും അതുപോലെ ഉള്ളാൾ തങ്ങളൊക്കെ അദബ് കോഡ് കൊണ്ടും മര്യാദ പാലിക്കാതെയും ഇറങ്ങിപ്പോന്നു എന്നൊരു വാക്ക് അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു യഥാർത്ഥ ചേളാരി ലീഗുകാരനല്ലാതെ അങ്ങനെ പ്രയോഗിക്കാൻ ഒരു അഭിനയത്തിൽ പോലും ഒരു യഥാർത്ഥ സമസ്തൻ്റെ ഒരു പ്രവർത്തകന് കഴിയില്ല. അപ്പം അതുകൊണ്ട് അഭിനയമൊന്നുമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അദബ് കേട് കൊണ്ട് ഇറങ്ങിപ്പോകുന്നതല്ല. ഈ പറയപ്പെട്ട നിങ്ങളിപ്പോൾ ലീഗിൽ നിന്ന് സഹിക്കുന്ന അതിൻ്റെ എത്രയോ മടങ്ങ് സഹിച്ച് സുന്നികൾ മടുത്തപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവരെ മാറ്റി നിർത്തി സമസ്ത പുനഃസംഘടിപ്പിച്ച് ഇങ്ങനെ വേറിട്ട് നിന്നു എന്നേ ഉള്ളൂ എന്ന് ഈ സുഹൃത്തെങ്കിലും ഇനിയും തിരിച്ചറിയണം എന്ന് മാത്രമാണ് നമുക്ക് അത് സംബന്ധമായി പറയാനുള്ളത്. അപ്പോൾ ചുരുങ്ങിയത് അദബുകേടല്ല, മര്യാദകേടല്ല, അന്ന് ചെയ്തത് ഏറ്റവും അധികം ഗുരുത്വമുള്ള പ്രവൃത്തിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു എന്ന് ശേഷം അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ ലീഗിൽ ഉള്ളത് 90-95% സുന്നികൾ. എന്നിട്ട് ആ സുന്നികളിൽപ്പെട്ടവർ 2 ലോക്സഭാ സ്ഥാനാർത്ഥിയെ നമുക്ക് കിട്ടിയപ്പോൾ, മത്സരിക്കാൻ സീറ്റ് കിട്ടിയപ്പോൾ അത് 2ഉം സലഫി ആശയക്കാരെ മാത്രമേ അവർ നിർത്തിയുള്ളൂ. പ്രഗത്ഭരാണ് അവർ എന്നാണ് അതിന് ന്യായം പറയുന്നത്. പ്രഗത്ഭർ ലീഗിൽ വേറൊന്നുമില്ലേ, അല്ലെങ്കിൽ പ്രഗത്ഭർ എന്തുകൊണ്ട് വളർത്തിക്കൊണ്ട് വന്നില്ല എന്ന ചോദ്യമുണ്ട്. വഹാബിയെ വളർത്തിക്കൊണ്ടാണല്ലോ ലീഗ് ഉണ്ടാക്കിയത്, ലീഗിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തത്, ലീഗ് ഉണ്ടാക്കിയത് അതിന് വേണ്ടിയാണെങ്കിലും. അപ്പോൾ സുന്നികളെ വളർത്തിക്കൊണ്ടെന്നില്ല പ്രഗത്ഭരില്ല എങ്കിൽ, പ്രഗത്ഭരില്ല എന്നൊക്കെ വെറുതെ പറയാണ്, ഓരോരുത്തരാണ്ട് ലെവലാകുമ്പോൾ പ്രഗത്ഭരാകലാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് എന്തെങ്കിലും പ്രാഗൽഭ്യം എന്തെങ്കിലും തിരുവാടുണ്ടായിട്ടാണോ? ഒരു ശാഖാ കമ്മിറ്റീൻ്റെ പ്രസിഡന്റ് രാഷ്ട്രീയ ബോധം കൂടി ഇല്ലാത്ത ആളാണ് സ്റ്റേറ്റ് കമ്മിറ്റിയും. ആ സ്റ്റേറ്റ് കമ്മിറ്റീൻ്റെ പ്രസിഡൻ്റാണ് ഇമാമെ ഹിന്ദ് എന്ന് ദേശീയ പ്രസിഡന്റ് വിശേഷിപ്പിച്ച് വിധേയത്വം തെളിയിക്കുന്നതൊക്കെ. ഈ രീതിയിലാണ് അവരുടെ
നീക്കവും കാര്യമൊക്കെ. അപ്പോൾ ഈ 95% പറയുന്ന സുന്നികളുടെ വോട്ട് വാങ്ങിയിട്ട് ഇപ്പോഴും അവർ ചെയ്യുന്ന ഈ 2 സലഫികളെയാണ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയപ്പോൾ വീണ്ടും അവർ നിർത്തിയത്. ഒരുപാട് കാലമായി തുടർന്ന് വരുന്ന പരിപാടിയാണിത്. MLA-മാരിൽ നിന്ന് മഹാഭൂരിപക്ഷവും അസുന്നികൾ. ഇത് ഇവർ മാറ്റുകയില്ല. സുന്നികളായ നമ്മളുടെ ഈ ശക്തി ഊർജം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പാണക്കാട് തറവാടിൻ്റെ മഹത്വം പറഞ്ഞ് മഴക്കിക്കെടുത്തിയിട്ട് വോട്ട് വാങ്ങിയിട്ട് വഹാബി തടിച്ചു കൊഴിക്കാൻ ലീഗിൻ്റെ അഡ്രസ്സിൽ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത, തിരിച്ചറിവില്ലാത്ത ആളുകളായി ലീഗുകാർ മാറുന്നു, സുന്നികൾ മാറുന്നു എന്നതിലുള്ള പരിതാപമാണ് അദ്ദേഹം ഇതിൽ പങ്കുവെക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ 2 സ്ഥാനാർത്ഥികളും സലഫിയാണോ, ET ബഷീർ പിന്നെ വഹാബിയാണ് എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. കാരണം ഷിർക്കിൻ്റെ ഉറുമ്പരിക്കുന്ന ചെറിയ ചെറിയ ഷിർക്ക് പോലും മോട്ടിവേഷനിലൂടെ വിതരണം ചെയ്യുന്ന അദ്ദേഹത്തിനെ കുറിച്ച് പിന്നെ ഇപ്പോൾ ഒന്നും പറയാനില്ല. ഇപ്പോൾ വഹാബിയായിട്ട് തന്നെയാണ് എല്ലാവരും വലുതുന്നത്. സമദാനി അങ്ങനെയാണോ എന്നൊക്കെയാണ് ഇവരാളുകൾ ചോദിക്കാറുള്ളത്. ദർഗയിലേക്ക് പോയതാണ് മുസ്ലിം സമുദായത്തിൻ്റെ അപജയമെന്ന് ഇദ്ദേഹം പ്രസംഗിച്ചതാണല്ലോ. ഒരു സുന്നിൻ്റെ നാക്കുകൊണ്ട് അത് പറയോ? അല്ലാതെ സുന്നിയായ അയാളും എന്നെങ്കിലും ഇദ്ദേഹം സുന്നിയിലേക്ക് കടന്നു വന്നു എന്ന വല്ല തെളിവുണ്ടോ? അയാൾ പട്ടിക്കാട് പങ്കെടുക്കണില്ലേ, മമ്പറം പോണില്ലേ എന്നാണ് ഇവരുടെ. പട്ടിക്കാട് അങ്ങനെ എല്ലാവിധ കാദിയാനും ചിലപ്പം പങ്കെടുത്തുനിന്ന് വരും. അതൊന്നും സുന്നിയായതിന് തെളിവല്ല. സിമിയിൽ നിന്നും അദ്ദേഹം വന്നത് സുന്നിയിലേക്കല്ല. സിമി എന്ന് പറഞ്ഞാൽ ഒരു സലഫി പ്രസ്ഥാനമാണ്. അതിൽ നിന്നും അദ്ദേഹം ഏതെങ്കിലും SYസിലേക്കോ SSFിലേക്കോ അല്ല വന്നിട്ടുള്ളത്. അദ്ദേഹം ലീഗിലേക്ക് MSFിലേക്കാണ് വന്നത്. അത് ഏത് കാദിയാനിക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ. അതെന്ന് നിങ്ങൾ തന്നെ ഭരണഘടനയിൽ പറഞ്ഞതാണല്ലോ. അപ്പോൾ അത്തരം രീതിയിൽ കടന്നു വന്ന ഒരാൾ സുന്നിയാണ് എന്നുള്ളതിന് വേറെ പുതിയ ഷഹാദത്ത് ആവശ്യമാണ് എന്നാണ് അവരോട് പറയാറുള്ളത്. അപ്പോൾ എങ്ങനെ ഈ 2 പേരെയാണ് ഇപ്പോൾ ഇവർ പരിഗണിക്കുന്നത്? സുന്നികളെ മാറ്റി നിർത്തിയിട്ട് സുന്നി അവരുടെ ഉള്ളിലൊന്നും സുന്നി ആർക്കുമില്ല എങ്കിലും പുറത്ത് സുന്നിയാണെന്ന് അറിയപ്പെടുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെങ്കിലും പരീക്ഷിക്കാൻ ഇവർ തയ്യാറാവാതെ ഇങ്ങനെ ചെയ്തത് എത്ര കാലമാണെങ്കിലും ഈ വിഡ്ഢികളായ ഈ സുന്നികളെ, ലീഗിലുള്ള സുന്നികളെ നമുക്ക് ചൂഷണം ചെയ്യാമെന്ന് തിരിച്ചറിഞ്ഞ് ഈ പാണക്കാടിൻ്റെ മഹത്വം പറഞ്ഞ് എല്ലാവർക്കും പറ്റുന്ന കുരുടൻ്റെ വടി പോലെ നിൽക്കുന്ന അവരെ ഉപയോഗപ്പെടുത്തി നമുക്ക് സുന്നികളെ ഭീഷണിപ്പെടുത്താം, ഗുരുത്തക്കേട് കാണിക്കാം എന്നൊക്കെ കരുതി മുന്നോട്ട് പോകുന്നവരാണ്. ഇതിന് പ്രയോഗിക്കുന്ന ആളുകൾ ഗുരുത്തക്കേടിലോ അഹ്ലു ബൈത്തിലോ തങ്ങന്മാരിലോ വിശ്വസിക്കുന്നവരല്ല. അതാ രസം. മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഇതൊക്കെ കാണിക്കുമെന്ന് മാത്രം. അപ്പോൾ ഈ രാഷ്ട്രീയ അന്ധത മാറ്റിവെച്ചിട്ട് സുന്നികളായ ലീഗുകാർ ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഇത് ലീഗിനോടുള്ള അന്ധമായ വിരോധം കൊണ്ടല്ല. ലീഗിനെതിരെ സുന്നികൾ ഇക്കാലം അത്രയും പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം, ആ ലീഗിന് വേണ്ടി ചുരുങ്ങിയതൊരു 35 കൊല്ലെങ്കിലും പണിയെടുത്ത ഒരാളാണ് ആ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം നല്ല തിരിച്ചറിവിലാണ് എത്തിയിട്ടുള്ളത്. പൂർണ്ണമായ തിരിച്ചറിവ് ഉണ്ടാവണം അദ്ദേഹത്തിന് എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇതെല്ലാവരും മനസ്സിലാക്കി ഒന്നിരിക്കൽ ആ പാർട്ടിയുടെ ശുദ്ധീകരണത്തിന് നേതൃത്വം നൽകുക, അല്ലെങ്കിൽ ആ പാർട്ടിയെ പരാജയപ്പെടുത്തുക. ഇതാണ് യഥാർത്ഥ സുന്നികൾക്ക് അവരുടെ ആശയവും അവരുടെ സ്ഥാപനങ്ങളും അവരുടെ മഹല്ലുകളും സുന്നത്ത് ജമാഅത്തിൻ്റെ കീഴിൽ അണിനിരത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ളത് എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു എല്ലാ ഖൈറും ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.